സോ ഒരു വർഷം ഇന്ത്യയിൽ ഏകദേശം 2 ലക്ഷം ആണുങ്ങളാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഈ 2 ലക്ഷം ആളുകളിൽ ഏറ്റവും കൂടുതൽ മെയിൽ സൂയിസൈഡ് ഉള്ളത് കേരളത്തിലാണ്. സോ ദാറ്റ്സ് എ വെരി ഷോക്കിംഗ് ന്യൂസ് ആക്ച്വലി. സോ 2024 വരെയുള്ള കണക്കാണ്. സോ 2026 കണക്ക് വന്നിട്ടില്ല, ഇതുവരെ 25 കണക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. സോ ഇറ്റ് വിൽ ബി വെരി ഹ്യൂജ്, സംതിങ് അറൌണ്ട് 4 lakhs. ആൻഡ് മെൻ സൂയിസൈഡ് കമ്പയർഡ് ടു വുമൺ 79% ആണ് കൂടുതൽ, വുമൺസ് അറൌണ്ട് 21% ആണ്. സോ അതിനാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. ഇറ്റ്സ് കോൾഡ് ഹോമീസ് മെൻ കി ബാത്ത് എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. 79% പുരുഷന്മാരാണ് ആത്മഹത്യ. നമ്മളിപ്പോൾ 79% ആണ് ടോട്ടാലിറ്റിയിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 12 മിനിറ്റായി. ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം 3 പുരുഷന്മാർ ആത്മഹത്യ ചെയ്ത് കാണും, ഒരു സ്ത്രീയും ആത്മഹത്യ ചെയ്ത് കാണും. അതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകുന്ന കണക്ക്. അപ്പം പുരുഷന്മാരുടെ ആത്മഹത്യ എത്ര വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വ്യാജപരാതികൾ മാത്രം കാരണമല്ല, ബാക്കി പല കാരണങ്ങൾ കാരണം. അപ്പം പുരുഷന്റെ മെന്റൽ വെൽബീയിങ്, പുരുഷന്റെ മാനസികമായ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് കണക്ട് ചെയ്യാനും അവർക്കൊരു കമ്മ്യൂണിറ്റിയായി നിൽക്കാനും ഈ ഹോമീസ് മെൻ കി ബാത്ത് അത് പ്രവർത്തിക്കും. നമ്മളിത് മിഷൻ മെൻസ് കമ്മീഷൻ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ പരിശോധിച്ചു. വളരെ നല്ല ഡിജിറ്റൽ എക്കോസിസ്റ്റമാണ്, അതുകൊണ്ടാണ് നമ്മളിതിനെ എൻഡോസ് ചെയ്യുന്നത്. ഭാവിയിൽ അതൊരു സസ്റ്റൈനബിൾ മോഡലിലേക്ക് തന്നെ പോയി ഏതൊരു പുരുഷനും എത്താൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാമെന്നാണ് കരുതുന്നത്. നിങ്ങൾ കൂടി അതായത് ഈ ഇത്രയും ആണുങ്ങളുടെ സൂയിസൈഡിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനപ്പ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് ഞാൻ ആണാണ്, ഞാൻ എല്ലാ പ്രോബ്ലം ഫേസ് ചെയ്യും എന്നൊരു ഇതുകൊണ്ടാണ് അവർ ആരുടെ ഹെൽപ്പ് ചോദിക്കത്തില്ല ആണുങ്ങൾ. സോ ദേ ഫീൽ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, സോ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ അനോണിമസ് പ്ലാറ്റ്ഫോം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്തിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പം ദർ വിൽ ബി 2 സ്റ്റെപ്പ് ഓഫ് വെരിഫിക്കേഷൻ. ഒന്ന് ഫേസ് വെരിഫിക്കേഷൻ. ഫേസ് വെരിഫിക്കേഷനിൽ നിങ്ങൾ ആണാണെങ്കിൽ മാത്രമേ അകത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം വോയിസ് വെരിഫിക്കേഷനും ഉണ്ടാവും ടു മേക്ക് ഷുവർ ദറ്റ് യു ആർ എ മാൻ. അതിനുശേഷം നിങ്ങൾക്ക് യുണീക്കായിട്ട് ഹോമീസ് ID തരും. സോ അതിൽ നിങ്ങൾക്ക് വേറെ ഒരു പേരും ഇടാൻ പറ്റത്തില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം അവിടെ പറയാം. അതാണ് പ്ലാൻ. അതിൽ അനോണിമസ് ആയിട്ട് പുരുഷന്മാർ സപ്പോർട്ട് ചെയ്യും. ഇനി അതിൽ എക്സ്പേർട്ട് ഹെൽപ്പാണ് വേണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണക്ട് ചെയ്യുകയും വളരെ അഫോർഡബിൾ ആയിട്ടും സപ്പോർട്ടീവായിട്ടും ചെയ്യും. ദ ഹോമീസ് മെൻ കി ബാത്ത് എന്നാണ് ശ്രീ സദിഖ് അടക്കമുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് വിക്രം അടക്കമുള്ളവർ. ഇതെല്ലാം വലിയ ടെക്നോളജിക്കൽ എക്സ്പെർട്ടീസും വളരെ വർഷത്തെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസും ഉള്ളവരൊക്കെയാണ്. ഇവർ യഥാർത്ഥത്തിൽ ഒരു സോഷ്യലി സസ്റ്റൈനബിൾ മോഡലിൽ കൂടെ ചെയ്യുന്നത് ഈ വിഷയം അത്ര വലിയ പ്രശ്നമാണെന്ന് അറിയുന്നതുകൊണ്ടാണ്.